അങ്ങയുടെ ഭക്തന്മാർക്ക് എപ്പോഴും അങ്ങയുടെ സംരക്ഷണം ഉണ്ടെന്നുള്ളത് അങ്ങ് വീണ്ടും മനസ്സിലാക്കി തന്നിരിക്കുന്നു പ്രഭു. അതെ, സംരക്ഷണമുണ്ട്, തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. എങ്കിലും നമ്മുടെ ഭക്തന്മാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം പര്യാപ്തമാവുകയില്ല. കർമ്മം ചെയ്യുക എന്നതും അനിവാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉചിതമായ ഫലം നിങ്ങൾക്ക് പ്രാപ്തമാവുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് നമ്മിൽ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടതകൾ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാമം കൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി മറികടക്കുവാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് സ്വായത്തമാകുന്നതാണ്. നാം ഇന്നു മുതൽ ഈ ജ്യോതിർലിംഗ സ്വരൂപത്തിൽ ഇവിടെ വസിക്കുന്നതാണ്. ആരാണോ ശരിയായ ഭക്തിയോടെയും പവിത്രമായ മനസ്സോടെയും നിസ്വാർത്ഥമായ ഭക്തിഭാവത്തോടെയും ഇതിനെ ദർശിക്കുന്നത്, അവർക്ക് നമ്മുടെ ആശീർവാദം എപ്പോഴും പ്രാപ്തമാകുന്നതാണ്. ഈ സ്ഥലം ഇനി അനന്തകാലത്തോളം, ഉജ്ജയിനിയിലെ ഈ പ്രദേശം ഇനി മുതൽ മഹാകാലേശ്വര ജ്യോതിർലിംഗം എന്ന നാമത്തിൽ അറിയപ്പെടുന്നതാണ്.